അല്പസമയ ചിന്തയ്ക്കായിട്ട് ഒരു വേദവചനം വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 32 33 വാക്യം. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗത്തിൽ നിന്നുള്ള അപ്പം മോശയല്ല നിങ്ങൾക്ക് തന്നത്, എൻ്റെ പിതാവത്രേ. സ്വർഗത്തിൽ നിന്നുള്ള സാക്ഷാലപ്പം നിങ്ങൾക്ക് തന്നത്. ദൈവത്തിൻ്റെ അപ്പമോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു ലോകത്തിന് ജീവനെ കൊടുക്കുന്നത് ആകുന്നു എന്നുത്തരം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. യേശു അവരോട്, ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗത്തിൽ നിന്നുള്ള അപ്പം മോശയല്ല നിങ്ങൾക്ക് തന്നത്, എൻ്റെ പിതാവത്രേ. സന്ദർഭോചിതമായി നമ്മൾ പഠിക്കുമ്പോൾ ഇവിടെ പിതാവിനെയും പുത്രനെയും കാണുന്നു. വായിക്കുമ്പോൾ അങ്ങനെയാണ് ഏതൊരു വ്യക്തിക്കും മനസ്സിലാകുന്നത്. എന്നാൽ ഈ പിതാവും ഈ പുത്രനും രണ്ടും രണ്ട് വ്യക്തിയല്ല, ഒരു വ്യക്തിയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതപ്പെട്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഭാഷയുടെ പരിമിതിയാണ്. എന്തുകൊണ്ടാണ് ഭാഷയ്ക്ക് പരിമിതി വന്നതെന്ന് ചോദിച്ചാൽ, നിമ്രോദിൻ്റെ കാലത്ത് ദൈവം ഭാഷയെ കലക്കിക്കളഞ്ഞപ്പോൾ ഭാഷയിലേക്ക്, നമ്മുടെ ലാംഗ്വേജിൽ, ഭാഷയിലേക്ക് ശാപം വ്യാപരിച്ചു. അതുകൊണ്ട് നമ്മുടെ ഭാഷകൾക്കെല്ലാം പരിമിതികളുണ്ടായി. നമുക്ക് പരിമിതികൾ ഉണ്ടായതുപോലെ തന്നെ നമ്മുടെ ഭാഷകൾക്കും പരിമിതികളുണ്ടായി. ഇക്കാരണത്താൽ നമുക്ക് ദൈവിക കാര്യങ്ങൾ ദൈവത്തിൻ്റെ തനതായ മഹിമയ്ക്കൊത്തവണ്ണം നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ ദൈവത്തിനും പരിമിതിയുണ്ട്, നമുക്കത് മനസ്സിലാക്കാൻ നമുക്കും പരിമിതിയുണ്ട്. നമുക്ക് എഴുതി വെക്കുവാൻ, നമുക്ക് ലിപികളാക്കുവാൻ, ലിപികളാക്കി ലാംഗ്വേജ് ആക്കി, ഇന്നിപ്പോൾ മലയാളത്തിൽ നമ്മളിപ്പോൾ വായിച്ചതുപോലെ മലയാളത്തിൻ്റെ പരിമിതിയാണ് അവിടെ രണ്ട് വ്യക്തിയായിട്ട് തോന്നുന്നത്. അതങ്ങനെ നമുക്ക് ഈ പരിമിതിയുള്ള ശരീരത്തിലിരിക്കുമ്പോൾ പരിമിതിയായിട്ടേ അത് ഗ്രഹിക്കാൻ കഴിയത്തുള്ളൂ. എന്നാൽ അതിനപ്പുറത്തേക്ക് കടന്നു വരുവാൻ നമ്മളെ സഹായിക്കുന്നത് അടുത്തുള്ള ദൈവവചനത്തിലുള്ള ശേഷമുള്ള വാക്യങ്ങളും, കർത്താവാകുന്ന ദൈവം നമ്മുടെ ഹൃദയങ്ങളെ തുറന്ന് ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ച് നമ്മുടെ പിതാവിനെക്കുറിച്ചുള്ള ദൈവഹിതം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ്, ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ച് നമുക്ക് പൊരുളുകൾ തിരിഞ്ഞു വരുമ്പോഴാണ് നമുക്കിത് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്തോത്രം. എൻ്റെ പല ക്ലിപ്പുകളിലും ഈ കാര്യങ്ങൾ കർത്താവ് എന്നിലൂടെ പൊരുളുകൾ തിരിച്ച് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് എന്നെനിക്കറിയാം. ആകയാൽ ആ ക്ലിപ്പുകൾ നിങ്ങൾ ദയവായി കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് നിശ്ചയമായിട്ടും കർത്താവാകുന്ന ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണെന്നും നമ്മളിലുള്ള ദൈവിക പദ്ധതി എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ താല്പര്യമുള്ളവരൊക്കെ യൂട്യൂബിൽ ഞങ്ങളുടെ പ്രോഗ്രാംസിൽ കയറി കണ്ടാൽ നിങ്ങൾക്കത് കാണുവാൻ കഴിയും. സർവശക്തൻ നിങ്ങളെല്ലാവരെയും കേൾക്കുവാൻ കഴിയും. നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കുമാറാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ യേശു പറയുന്നു, എൻ്റെ പിതാവ് അത്രേ, മോശയല്ല, എൻ്റെ പിതാവ് അത്രേ നിങ്ങൾക്കിത് തന്നത്. അപ്പോൾ യേശുവിൻ്റെ പിതാവ്, ഹല്ലേലൂയ, യേശുവിൻ്റെ പിതാവ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഭൂമിയിൽ മനുഷ്യനായിരിക്കുന്ന യേശു, പുത്രനായ യേശു എൻ്റെ പിതാവ് എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? എന്താ അർത്ഥം? യേശുവിനൊരു പിതാവുണ്ട് എന്നിങ്ങനെ ചിന്തിക്കാം. കാരണം സാധാരണ മനുഷ്യർക്ക് വായിക്കുമ്പോൾ അത്രയും മനസ്സിലാകുകയുള്ളൂ. എന്നാൽ അതിനപ്പുറമായ ചില കാര്യങ്ങൾ ഈ വിശുദ്ധ തിരുവെഴുത്തിലും യേശുവും യേശുവിൻ്റെ പിതാവും തമ്മിലുള്ള കാര്യത്തിൽ ഉണ്ട്. യേശുവിൻ്റെ പിതാവെന്ന് യേശു പറയുന്നത് ശരീരവാസത്തിലാണ്. വളരെ ശ്രദ്ധിക്കണം എൻ്റെ ദൈവജനമേ. യേശുവിൻ്റെ പിതാവെന്ന് യേശു പറയുന്നത് യേശുവിൻ്റെ ശരീരവാസത്തിലാണ്. 33.5 വർഷത്തിനകത്തുള്ള പീരീഡിലാണ്
യേശു എൻ്റെ പിതാവേ എന്ന് സംബോധന ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുമ്പോൾ ആമേൻ, നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ യേശു ഉയർത്തെഴുന്നതിന് ശേഷവും വെളിപ്പാട് പുസ്തകത്തിലും യേശുവിൻ്റെ പിതാവെന്ന് വായിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്താണ് യേശു എൻ്റെ പിതാവേ എന്ന് സംബോധന ചെയ്തതിൻ്റെ അർത്ഥം? ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചിട്ടുള്ള ക്ലിപ്പുകളിൽ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശുവിൻ്റെ ജനനം എങ്ങനെയായിരുന്നു? മറിയം എന്ന് പറയുന്ന ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട സഹോദരിയുടെ കന്യകയാകുന്ന സഹോദരിയെ അരികിലേക്ക് കർത്താവിൻ്റെ ഗബ്രിയേൽ ദൂതനെ അയച്ചതായിട്ട് നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നു. ഈ ഗബ്രിയേൽ ദൂതൻ വന്ന് മറിയത്തോട് സംസാരിച്ചു. ലൂക്കോസിൻ്റെ 1:30 മറിയ, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു, നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേരിടണം. അപ്പൊ ആർക്കാണ് യേശു എന്ന് പേരിടേണ്ടത്? മകന്. മകൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരീരം. ഈ ഭൂമിയിൽ വെച്ച് അമ്മ പ്രസവിക്കുന്ന ആണായാലും പെണ്ണായാലും ശരീരത്തെയാണ് പ്രസവിക്കുന്നത്. മറിയവും പ്രസവിച്ചത് ഒരു ശരീരത്തെയാണ്. ശരീരത്തിനകത്ത് ആത്മാവുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. ഈ ശരീരത്തെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? മറിയം പ്രസവിച്ചത്. അപ്പം പ്രസവിച്ച ശരീരത്തിന് എന്ത് പേരിടണം? യേശു എന്ന് പേരിടണം. അപ്പോൾ ഈ ശരീരത്തിലിരിക്കുന്ന യേശു എന്ന ശരീരത്തിന്, അതായത് മറിയം പ്രസവിച്ച യേശു എന്ന ശരീരത്തിന് ഒരു സൃഷ്ടിതാവുണ്ട്. ആ ശരീരം സൃഷ്ടിച്ച സൃഷ്ടിതാവ്. ആ സൃഷ്ടിതാവിനെയാണ് ആ ശരീരത്തിലിരിക്കുന്ന യേശു, അതായത് ആ ശരീരം, എൻ്റെ പിതാവ് എന്ന് സംബോധന ചെയ്തിരിക്കുന്നത്. അത് 33.5 വർഷക്കാലവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ ഇപ്പോഴും തുടരുന്നത് കൊണ്ട് അവൻ ഉയർത്തെഴുന്നതിന് ശേഷവും വെളിപ്പാട് പുസ്തകത്തിലും ഇതേ കാര്യം തന്നെ ഉച്ചരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവജനമേ, യേശുവിന് പിതാവ്, യേശു എന്ന ശരീരത്തിന് പിതാവായത് എന്തുകൊണ്ടാണ്? ഒരു പിതാവായ ദൈവം ഉളവായത് എന്തുകൊണ്ടാണ്? യേശു എന്ന ശരീരത്തെ ദൈവം സൃഷ്ടിച്ചതുകൊണ്ടാണ്. അല്ലെങ്കിൽ അതായത് മറിയം ഒരു ശരീരത്തെ ജനിപ്പിച്ചു ദൈവഹിത പ്രകാരം. ആ ശരീരത്തിന് യേശു എന്ന പേരിട്ടത് കൊണ്ടാണ് ഈ യേശു എന്ന ശരീരത്തിലിരിക്കുന്ന ദേഹി ആരെ വിളിച്ചു? ദൈവത്തെ എൻ്റെ പിതാവേ എന്ന് വിളിച്ചു. ഇതേ റിലേഷൻ തന്നെയാണ് നമുക്കും നമ്മുടെ ദൈവത്തോടുള്ളത്. ഹല്ലേലൂയ. ഇതേ റിലേഷൻ യേശുക്രിസ്തു മുഖാന്തരം ദൈവം എനിക്ക് തന്നതിനെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, സ്തോത്രം ചെയ്യുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഈ അവകാശം, ഈ സ്ഥാനം എനിക്ക് തരുവാൻ എന്നിൽ പ്രസാദിച്ച എൻ്റെ ദൈവത്തിന് സ്തോത്രം. അതിനെനിക്ക് യാതൊരു അർഹതയും യോഗ്യതയും ഉണ്ടായിരുന്നില്ല. എങ്കിലും എൻ്റെ അയോഗ്യതയും യോഗ്യതയും ദൈവം യോഗ്യതയെന്ന് കണ്ടുകൊണ്ട് എന്നെ സ്നേഹിച്ചതിനായി ഞാൻ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. പ്രിയ എൻ്റെ സഹോദരങ്ങളെ, ഹല്ലേലൂയ. അപ്പം യേശു ശരീരവാസത്തിലിരിക്കുമ്പോൾ ശരീരം എന്ന നിലയിൽ ഈ ശരീരത്തിന് ഒരു പിതാവുമുണ്ട്, ഒരു സൃഷ്ടിതാവുമുണ്ട്. അതുകൊണ്ട് പിതാവും സൃഷ്ടിതാവും രണ്ടും രണ്ട് വ്യക്തി എന്നല്ല, ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ തന്നെ ഈ യേശുവിൻ്റെ അകത്തിരിക്കുന്ന ആത്മാവ് ആരാണ്? പരിശുദ്ധാത്മാവ്. എന്താണ് സംഭവം? മറിയം ഗബ്രിയേൽ ദൂതനോട് പറഞ്ഞു, ഞാൻ പുരുഷനെ അറിയാൽ ഇതെങ്ങനെ സംഭവിക്കും? അപ്പോൾ ദൈവത്തിൻ്റെ ദൂതനായ ഗബ്രിയേൽ ദൂതൻ മറിയത്തോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്നിൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. യേശു വിശുദ്ധ തിരുവെഴുത്തിൽ പറഞ്ഞിട്ടുണ്ട്, എന്നിൽ എൻ്റെ പിതാവ് വസിച്ചുകൊണ്ട് അവൻ സംസാരിക്കുന്നു.
നിങ്ങൾ കേൾക്കുന്ന വചനം എൻ്റെ ശബ്ദമല്ല, അത് എൻ്റെ പിതാവിൻ്റെ വചനമത്രേ. ഇനി വേറെ അടുത്ത് യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ പറഞ്ഞ ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പം വചനം ദൈവമാണ്. അപ്പം ദൈവമാകുന്ന വചനം, യേശുവിൽ സംസാരിച്ചിരുന്ന ആ ശബ്ദമാകുന്ന വചനം, അത് തന്നെയാണ് മറിയം പറഞ്ഞ പരിശുദ്ധാത്മാവ്. അങ്ങനെങ്കിൽ പിതാവായ ദൈവം തന്നെയാണ് പരിശുദ്ധാത്മാവ്. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിൽ മഗ്ദലക്കാരത്തി മറിയയോട് കർത്താവായ യേശു ഇതേ വചനം ചൊല്ലി പറയുന്നുണ്ട്, ദൈവം ആത്മാവാകുന്നു, പിതാവായ ദൈവം ആത്മാവാകുന്നു. അപ്പം പിതാവായ ദൈവമായ പരിശുദ്ധാത്മാവ് മറിയത്തിൻ്റെ ഗർഭപാത്രത്തിൽ വന്നൊരു ശരീരം ധരിച്ചു. ഈ ശരീരമാണ് പുത്രൻ. അങ്ങനെയെങ്കിൽ ഈ ശരീരം ധരിച്ചവൻ ആരാണ്? വന്നവൻ ആരാണ്? പിതാവായ ദൈവം. അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവെന്ന് പറയുന്നത് പിതാവായ ദൈവവും ശരീരം പുത്രനുമാണ്. അങ്ങനെയെങ്കിൽ ആ ശരീരത്തെ സൃഷ്ടിച്ചവനാണ് അവൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവ്. യേശു എന്ന നിലയിൽ, മനുഷ്യൻ എന്ന നിലയിൽ യേശു ശരീരത്തിലിരിക്കുമ്പോൾ ആ ശരീരത്തിൽ വസിക്കുന്ന ആത്മാവാണ് ആ ശരീരത്തെ സൃഷ്ടിച്ചവൻ. ശരീരം സംബന്ധിച്ച് യേശു ദൈവപുത്രനും ആത്മാവ് സംബന്ധിച്ച് യേശു ദൈവവുമാണ്. ഒരേ ഒരു ദൈവമേ ഈ പ്രപഞ്ചത്തിലുള്ളൂ. യേശു ആരെയാണോ പിതാവേ എന്ന് വിളിച്ചത്, എൻ്റെ പിതാവെന്ന് സംബോധന ചെയ്തത്, അതേ ദൈവം തന്നെയാണ് അവൻ്റെ ആത്മാവ്. ഹല്ലേലൂയ. അപ്പോൾ തന്നെ ആ ശരീരം എന്ന് പറയുന്നത് സൃഷ്ടിയാണ്. ആ ശരീരത്തിന് ഒരു ദൈവവും ഒരു പിതാവും ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയുടെ പരിമിതിയാണ് ഒരു ദൈവവും ഒരു പിതാവ്. എനിക്കിങ്ങനെ പറഞ്ഞ് നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ, കാരണം എനിക്കറിയാവുന്ന മലയാള ഭാഷയ്ക്ക് പരിമിതികളേ ഉള്ളൂ. അതെല്ലാ ഭാഷകളും, ഇനി ഹീബ്രു ഭാഷയായാലും അതിനെന്തേ ഉള്ളൂ? പരിമിതികളേ ഉള്ളൂ. പരിമിതിയില്ലാത്ത ഭാഷയെന്ന് പറഞ്ഞാൽ സ്വർഗീയ ഭാഷയാണ്. അതെനിക്ക് എൻ്റെ ആത്മാവിനെ സംസാരിക്കാൻ പറ്റുകയുള്ളൂ, എൻ്റെ ബുദ്ധിക്ക് സംസാരിക്കാൻ പറ്റില്ല. എൻ്റെ ശരീരത്തിന് വീണ്ടെടുപ്പ് നടക്കും കാലത്തോളം, നടക്കുന്നത് വരെയും എൻ്റെ ദേഹിക്ക് പരിമിതിയിലേ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. പരിമിതി കൂടാതെ സംസാരിക്കണമെങ്കിൽ എൻ്റെ ആത്മാവ് എൻ്റെ പിതാവിനോട് സംസാരിക്കുന്ന ഭാഷ, അതിപ്പോഴും സംസാരിക്കുന്നു, എപ്പോഴും സംസാരിക്കുന്നു, അതിന് പരിമിതിയില്ല. അതിനെയാണ് ബൈബിൾ അന്യഭാഷ എന്ന് പറയുന്നത്. കോരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ 14 ഇങ്ങനെ പറയുന്നു, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യനോടല്ല ദൈവത്തോട് സംസാരിക്കുന്ന ഒരു ആത്മാവിൽ മർമ്മങ്ങൾ സംസാരിക്കും. ആ ആത്മാവിലുള്ള മർമ്മം എന്ന് പറഞ്ഞാൽ പരിമിതിയില്ലാത്ത ലാംഗ്വേജാണ്. ഹല്ലേലൂയ. അതെൻ്റെ ആത്മാവിനും സ്തോത്രം ദൈവത്തിനും മാത്രം തിരിച്ചറിയാൻ പറ്റും. അതാരും തിരിച്ചറിയുന്നില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ ആത്മാവിനും തിരിച്ചറിയാം, എൻ്റെ ദൈവത്തിനും തിരിച്ചറിയാം. തിരിച്ച് എൻ്റെ ദേഹിക്കോ ദേഹത്തിനോ കേൾക്കുന്ന ദേഹിക്കോ അത് തിരിച്ചറിയാൻ പറ്റുകയില്ല. തിരിച്ചറിയണമെങ്കിൽ വ്യാഖ്യാന വരമുണ്ടാകണം. വ്യാഖ്യാന വരം എന്ന വാക്കിനർത്ഥം പറയുന്ന എല്ലാ അന്യഭാഷകളും തിരിച്ചറിയുന്നു എന്നല്ല അതിനർത്ഥം. ദൈവം പൊരുള് തിരിച്ചു കൊടുക്കുന്നത് മാത്രം തിരിച്ചറിയുന്നു. അപ്പം ദൈവം പൊരുള് തിരിച്ചു കൊടുക്കാതിരിക്കുന്ന ഭാഷകളുണ്ട്. ഒരുവൻ ദൈവസന്നിധിയിൽ ഇരുന്നുകൊണ്ട് ദൈവത്തിൻ്റെ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്ന ആ ഭാഷകളുടെ പൊരുള് തിരിച്ചു കൊടുത്താലേ ഈ കേൾക്കുന്ന വ്യക്തിക്ക്, ആ കൃപാവരമുള്ള വ്യക്തിക്ക് അത് തിരിച്ചറിയാൻ പറ്റുമോ? കർത്താവ് പൊരുള് തിരിച്ചു കൊടുക്കുന്നില്ല, ദൈവത്തിന് ഇഷ്ടമല്ല അത് പൊരുള് തിരിച്ചു കൊടുക്കാൻ. എന്നെങ്കിൽ ആ പറയുന്ന വാക്കുകൾക്ക് പൊരുളുകൾ തിരിച്ചു കിട്ടാത്തടത്തോളം കാലം കൃപ ലഭിച്ചിരിക്കുന്ന ദേഹിക്ക് അത് തിരിച്ചറിവുണ്ടാകില്ല. അപ്പോൾ തന്നെ വരം അവനിൽ ഇല്ലെന്നല്ല അർത്ഥം. അപ്പം നമ്മൾ ആ കാര്യങ്ങളെല്ലാം യേശുക്രിസ്തുവിൽ പഠിക്കണം. നമ്മൾ യുക്തിയിലും ബുദ്ധിയിലും മറ്റുള്ളവരുടെ അഭിപ്രായത്തിലും എഴുതി വച്ചിരിക്കുന്ന പുസ്തകങ്ങളിലും വായിച്ച് പഠിക്കാതെ ദൈവത്തിൻ്റെ തിരുവെഴുത്തിലൂടെ യേശുക്രിസ്തുവിലൂടെ പഠിക്കാൻ ശ്രമിക്കുക. ദൈവം ധനികനാണ്, അവൻ ധാരാളമായി നൽകുവാൻ തക്കവണ്ണം ധനികൻ നമുക്ക് തരുവാൻ. നമ്മൾ യാചിപ്പീൻ എന്നാൽ കിട്ടും, അന്വേഷിപ്പീൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും. നമ്മൾ വെറുതെ എങ്ങനെ നടന്നാൽ കർത്താവ് ഒന്നും തരികയില്ല. എന്നാൽ ദൈവസന്നിധിയിൽ യാചിച്ച്, കർത്താവേ ഇതിനെക്കുറിച്ചുള്ള എനിക്ക് വിവേചനം തരണമേ, നിന്റെ ദാസനായ പൗലോസിന് നൽകിയതുപോലെ അടിയന് ഇത് നൽകണമേ എന്ന് അപേക്ഷിക്കുന്നെങ്കിൽ
നിന്റെ ദാസനായ പത്രോസിന് നൽകിയതുപോലെ അടിയനിത് നൽകണമേ. അങ്ങയുടെ അപ്പോസ്തോലന്മാർക്ക് ഇത് തിരിച്ചറിയുവാനുള്ള കൃപ കൊടുത്തതുപോലെ, 1-ാം നൂറ്റാണ്ടിലുള്ള വിശുദ്ധന്മാർക്ക് തിരിച്ചറിയാനുള്ള കൃപ കൊടുത്തതുപോലെ അടിയനെയും ഇത് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ നിശ്ചയമായും എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദര സഹോദരി, യേശുക്രിസ്തുവിന് സ്നാനപ്പെട്ട് വേർപെട്ട് വിശുദ്ധം നയിക്കുന്ന വ്യക്തിയാണ് താങ്കളെങ്കിൽ താങ്കൾക്ക് ദൈവം ഇത് തരും. കാരണം താങ്കൾ പുത്രനാണ്. പിതാവ് പുത്രന് നൽകിയില്ലെങ്കിൽ പിന്നെ ആർക്കാ നൽകുന്നത്? പിതാവിൻ്റെ സകല അവകാശത്തിൻ്റെ ഓഹരി പ്രാപിപ്പാൻ യോഗ്യതക്കാരനാണ് ഈ പുത്രൻ. അങ്ങനെയെങ്കിൽ ഈ പുത്രൻ്റെ അവകാശം ഈ ഭൂമിയിലുള്ളത് ലഭിക്കാതെ ആർക്ക് പിന്നെ നൽകും? മക്കൾക്കുള്ള അവകാശം കൊടുത്ത് നായ്ക്കുട്ടികൾ കൊടുക്കത്തില്ലെന്നാണ് കർത്താവ് പറയുന്നത്. നിങ്ങൾ മക്കളാണെങ്കിൽ നിശ്ചയമായി അവകാശം ലഭിച്ചിരിക്കും. ഉറപ്പോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. കർത്താവ് തരുവാൻ ധനികനാണ്. കർത്താവ് നിങ്ങൾക്ക് നൽകി അവിടുന്ന് സഹായിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അപ്പം യേശുവിൻ്റെ പിതാവ് എന്ന് പറയുമ്പോൾ ആ ശരീരത്തിൻ്റെ പിതാവും സ്തോത്രം നമ്മുടെ പിതാവും ഒന്ന് തന്നെയാണ്. ഹല്ലേലൂയ. ഇനി ആ ശരീരത്തിൻ്റെ പിതാവായ ദൈവം തന്നെയാണ് ആ ശരീരത്തിൽ വസിക്കുന്ന ആത്മാവെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. കർത്താവ് എന്താ യേശു പറഞ്ഞത്? ഞാൻ സ്വയമായിട്ടൊന്നും സംസാരിക്കുന്നില്ല, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് സംസാരിക്കുന്നു. അപ്പൊ പിതാവ് എവിടെ വസിക്കുന്നത്? സ്വർഗത്തിൽ വസിക്കുന്ന പിതാവ് എവിടെ വസിക്കുന്നത്? യേശുവിൻ്റെ ഉള്ളിലാണ്. മനുഷ്യനെന്ന നിലയിൽ യേശു ശരീരത്തിൽ ക്രൂശുമരണത്തിന് മുമ്പിലിരിക്കുമ്പോൾ പിതാവ് വസിക്കുന്നത് യേശുവിൻ്റെ ഉള്ളിലാണ്. യേശുവിൻ്റെ ഉള്ളിലിരിക്കുന്ന പുത്രനായ യേശുവിൻ്റെ ഉള്ളിലിരിക്കുന്ന പിതാവാണ് എന്ത് ചെയ്യുന്നത്? സംസാരിക്കുന്നത്. പക്ഷെ മനുഷ്യൻ കേൾക്കുമ്പോൾ എന്താണ് കേൾക്കുന്നത്? പുത്രനായ യേശുവിൻ്റെ ശബ്ദമായിട്ടേ കേൾക്കുന്നത്. പുത്രനായ യേശു പറയുകയാണ്, എന്നിൽ സംസാരിക്കുന്നത് പിതാവാകുന്നു. അങ്ങനെ പിതാവ് എവിടെ ഇരുന്ന് സംസാരിക്കുന്നത്? യേശുവിലിരുന്ന് സംസാരിക്കുന്നത്. സ്തോത്രം. അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ പിതാവ് യേശുവിൽ തന്നെയാണ് ഇരിക്കുന്നത്. അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ പിതാവ് എന്ന് പറഞ്ഞാൽ ആരാണ്? ആ ശരീരത്തിൻ്റെ പിതാവാണ്. ശരീരം സംബന്ധിച്ച് ഒരു സൃഷ്ടിതാവുണ്ട്. യേശുവിൻ്റെ അകത്തിരിക്കുന്ന ആത്മാവ് സംബന്ധിച്ച് ഒരു സൃഷ്ടിതാവുമില്ല, ഒരു പിതാവുമില്ല, ഒരു ദൈവവുമില്ല. അത് ആദ്യം ദൈവജനം മനസ്സിലാക്കുക. യേശുവിൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് ആരംഭമില്ലാത്തവനാണ്, അവസാനമില്ലാത്തവനാണ്, ആൽഫയാണ്, ഒമേഘയാണ്, ആദ്യനാണ്, അന്ത്യനാണ്, ആരംഭമില്ലാത്തവനാണ്, അവസാനമില്ലാത്തവനാണ്. എന്നാൽ ശരീരത്തിന് ജനനവും ഉണ്ടായി, മരണവും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് യേശു വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞത്, ഞാൻ മരിച്ചവനായിരുന്നു. ഈ മരിച്ചവനായിരുന്നു എന്ന് പറഞ്ഞത് ആത്മാവല്ല, അത് ശരീരം ജനിച്ചു, ശരീരം മരിച്ചു. ഇതേപോലെയാണ് നമ്മുടെ ശരീരം ജനിക്കുന്നു, നമ്മുടെ ശരീരം മരിക്കുന്നു. പക്ഷെ നമ്മുടെ അകത്ത് ജനിക്കുന്ന ആത്മാവിന് ആരംഭമില്ല, അവസാനമില്ല. ആരാണ് നമ്മുടെ ഉള്ളിൽ ജനിക്കാനിരിക്കുന്നത്? യേശു ക്രിസ്തുവാണ്. ജനിച്ചിരിക്കുന്നതാണ്. ഞാൻ ജനിക്കാനിരിക്കുന്നു ഉദ്ദേശിച്ചത് യേശു ക്രിസ്തുവിന് ഇന്നുവരെയും സ്നാനപ്പെട്ടിട്ടില്ലാത്ത വ്യക്തിയിൽ ജനിച്ചിട്ടില്ല. യേശു ക്രിസ്തുവിനെ സ്നാനപ്പെട്ട് വിശുദ്ധ നയിക്കുന്ന വ്യക്തിയിൽ ഈ ആത്മാവ് ജനിച്ചു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം തൻ്റെ പ്രവൃത്തി ആരംഭിച്ചു. ദൈവത്തിന്റെ പ്രവൃത്തി ആരംഭിച്ചു. സ്തോത്രം. അർത്ഥാൽ തിരുവെടുത്ത് പറയുന്നു, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 38-ാം വാക്യം, പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ പേരിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. എന്തോ ദാനം ലഭിക്കുമെന്ന? പരിശുദ്ധാത്മാവ്. എങ്ങനെ ചെയ്താൽ? യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാപകൻ പാപങ്ങളുടെ മോചനത്തിന് ഞാൻ നിന്നെ ഈ ജലാശയത്തിലേക്ക്, അപ്പോസ്തോലിക ഉപദേശപ്രകാരം യേശുക്രിസ്തുവിന്റെ കൽപ്പന പ്രകാരവും ഞാൻ നിന്നെ പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ജലാശയത്തിലേക്ക് സ്നാനപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്നാപകൻ പൂർണ്ണമായും നമ്മളെ ജലത്തിലേക്ക് മുക്കി. ഇപ്പൊ നമ്മൾ ഭൂമിയുടെ ഉപരിതലത്തിലില്ല. പിന്നെ പൊങ്ങി വരുന്ന ശരീരം യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശരീരത്തിന് തുല്യമാണ്. ആ ശരീരത്തിന്റെ പ്രത്യേകത എന്താണ്? പാപരഹിതമായ ശരീരം. എന്തുകൊണ്ടാണ് പാപരഹിതമായ ശരീരം ലഭിച്ചത്?
യേശുക്രിസ്തു എന്ന പേര് പറഞ്ഞ് സ്നാപകൻ എന്നെ ജലാശയത്തിലേക്ക് സ്നാനപ്പെടുത്തുമ്പോൾ ഒരു വാക്യം കൂടെ പറഞ്ഞു, നീ വിശ്വസിക്കുന്നു എന്ന് ഏറ്റുപറഞ്ഞ വചനപ്രകാരവും വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുക എന്നുള്ള യേശുക്രിസ്തുവിൻ്റെ കൽപ്പന പ്രകാരവും ഞാൻ നിന്നെ പാവങ്ങളുടെ മോചനത്തിനായിട്ട്, അത് സ്നാനപ്പെടുന്നതിന് അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് താണു പോകുന്നതിന് മുമ്പ് ആ ശരീരത്തിൽ എന്തുണ്ട്? പാപമുണ്ട്. വെള്ളത്തിലേക്ക് മുക്കുന്നതിന് മുമ്പ് വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുമ്പോഴും ആ ശരീരത്തിൽ പാപമുണ്ട്. ആ പാപങ്ങളുടെ മോചനം ലഭിക്കേണ്ടതിന് ദൈവം വച്ചിരിക്കുന്ന വ്യവസ്ഥയാണ് പൂർണ്ണമായും മുക്കുക, പൂർണ്ണമായും കുഴിച്ചിടുക. എന്ന് പറഞ്ഞാൽ പാപസംബന്ധമായ മരിച്ചിരിക്കുന്ന വ്യക്തിയെ പിന്നെ ഭൂമിയുടെ മേളിൽ വെച്ചേക്കാൻ പാടില്ല. ആ വ്യക്തിയെ പൂർണ്ണമായും ഭൂമിയിൽ കുഴിച്ചിടണം. കുഴിച്ചിട്ട് കഴിഞ്ഞ ശേഷം ആ ശരീരം പിന്നെ പൊങ്ങി വരുന്നത് ഉയർത്തെഴുന്നേൽപ്പിന് സമമായ ശരീരമാണ്. യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ ഉണ്ടായ അവസ്ഥയ്ക്ക് സമമായ പാപരഹിതമായ ശരീരമാണ്. യേശു നമ്മുടെ എല്ലാം പാപങ്ങളെ വഹിച്ച് നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ മരിക്കുമ്പോൾ ആ മരിക്കുന്ന ശരീരത്തിൽ നമ്മുടെ പാപം സംബന്ധിച്ച് അത് പാപമായ ശരീരമാണ്. എന്നാൽ അത് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് ആമേൻ പാപരഹിതമായ ശരീരമാണ്. ഈ പാപരഹിതമായ ശരീരം യേശുക്രിസ്തു എന്ന പേരിൽ നമുക്ക് ലഭിക്കാൻ, അല്ലാതെ ഒരു നിയമവും ദൈവം ഈ ഭൂമിയിൽ ഒരു മനുഷ്യർക്കും വെച്ചിട്ടില്ല. ഒറ്റ നിയമമേ ദൈവത്തിനുള്ളൂ, അത് ഒരു വഴിയേ ഉള്ളൂ. ആ വഴിയാണ് പത്രോസിന്റെ ഉപദേശപ്രകാരം നിങ്ങൾ മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിന് ഈ സ്നാനമേൽക്കുക. അങ്ങനെ സ്നാപകൻ എൻ്റെ വിശ്വാസവചനത്താലും ദൈവത്തിൻ്റെ കൽപ്പന. അപ്പോൾ ഈ പറയുന്നതിന്റെ അർത്ഥം എന്താണ്? സ്നാപകൻ ഇതിനകത്ത് കുറ്റക്കാരനല്ല. ഞാൻ സ്ഥാനാധിപതിയായി നിന്നുകൊണ്ട്, ദൈവത്തിന്റെ സ്ഥാനാധിപതിയായി നിന്നുകൊണ്ട് ഈ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിന് കുറ്റം വരുന്നെങ്കിൽ അത് സ്നാനപ്പെടുന്ന വ്യക്തിക്ക് മാത്രമാണ്. അങ്ങനെ ദൈവീയ ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷക്കാരനായിരിക്കുന്ന ദൈവദാസന്റെ കൈക്കീഴിൽ ദൈവഹിതപ്രകാരവും ദൈവകൽപ്പന പ്രകാരവും യേശുക്രിസ്തുവിന്റെ പേരിൽ സ്നാനപ്പെടുമ്പോൾ ഈ സ്നാനപ്പെടുന്ന വ്യക്തിക്ക് എന്ത് സംഭവിക്കുന്നു? പാപമോചനം ലഭിക്കുന്നു. ആർക്കൊക്കെ ലഭിക്കുന്നു? അനുസരിക്കുന്ന ദേഹിക്കും, അനുസരിക്കാൻ ദേഹി കാരണമാക്കിയിരിക്കുന്ന, എവിടെ ഇരുന്നുകൊണ്ട് ഇത് അനുസരിച്ചത്? ദേഹത്തിൽ ഇരുന്നത് കൊണ്ട് ആ ദേഹത്തിനും എന്ത് ലഭിക്കുന്നു? പാപമോചനം ലഭിക്കുന്നു. പാപമോചനം ലഭിച്ചിരിക്കുന്ന ശരീരത്തിലേക്ക് ദൈവവും നമ്മുടെ പിതാവുമായവൻ പരിശുദ്ധാത്മാവിനെ അയക്കുന്നു. ആരാ പരിശുദ്ധാത്മാവ്? ഈ ദൈവവും പിതാവുമായവനാണ്. അപ്പം ദൈവവും പിതാവുമായ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് പ്രവേശിക്കുന്നു. അയക്കുക എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? നമ്മളിലേക്ക് പ്രവേശിക്കുന്നു. അത് നമ്മുടെ മലയാള ഭാഷയുടെ അല്ലെങ്കിൽ ലോകത്തിലുള്ള ഭാഷയുടെ പരിമിതിയാണ്. പിതാവ് അയക്കുന്നു എന്ന വാക്കിനർത്ഥം വാസ്തവത്തിൽ അയക്കുകയാണോ സംഭവിക്കുന്നത്? അത് നമുക്ക് മനസ്സിലാവുന്ന ഭാഷയാണ്, നമുക്ക് മനസ്സിലാകേണ്ടതിനുള്ള ഭാഷ ഉപയോഗിച്ചിരിക്കുന്നു മാത്രമേ ഉള്ളൂ. അയക്കുകയല്ല സംഭവിക്കുന്നത്. പരിശുദ്ധാത്മാവായ നമ്മുടെ ദൈവം നമ്മളിലേക്ക് പ്രവേശിക്കുകയാണ്. എന്തിനാണ്? നമ്മളിലൊരു ജനനം നടക്കേണ്ടത്. മറിയത്തിന്റെ ഗർഭപാത്രത്തിൽ പരിശുദ്ധാത്മാവ് വന്ന് എപ്രകാരമാണോ ജനനം സംഭവിച്ചത് അതേപോലെ തന്നെ ഒരു ജനനം നമ്മുടെ ഹൃദയത്തിൽ സംഭവിക്കണം. ആരാൽ? അതേ പരിശുദ്ധാത്മാവിനാൽ. യേശുവിൻ്റെ ജനനത്തിന് കാരണനായ, അതിൽ മനുഷ്യനായ യേശുവിൻ്റെ ജനനത്തിനും ശരീരത്തിൻ്റെ ജനനത്തിന് കാരണമായ അതേ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നതിനെയാണ് ഈ അയക്കുക എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. മറിയത്തിന്റെ ഗർഭപാത്രത്തിൽ ആ ശരീരം ധരിച്ചതുപോലെ നമ്മുടെ ഹൃദയത്തിൽ ഒരു ശരീരം ധരിക്കുന്നതിനെയാണ് നമ്മുടെ വീണ്ടും ജനനം എന്ന് പറയുന്നത്. മറിയത്തിന്റെ ഗർഭപാത്രത്തിൽ അക്ഷരീയ മനുഷ്യന് പാപത്തിലിരിക്കുന്ന മനുഷ്യന് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ശരീരമാണെങ്കിൽ, ഇന്ന് ശരീരത്തിന് കാണാൻ കഴിയാത്ത ശരീരമാണ് നമ്മുടെ ഹൃദയത്തിൽ ജനിച്ചിരിക്കുന്ന ജനനം കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിൽ വചനത്താൽ അസ്ഥിയിലും മാംസത്തിലും ഒരു ശരീരം ജനിച്ച് അസ്ഥിയിലും മാംസത്തിലും ജീവിച്ചു കൊണ്ടിരിക്കുന്നു.
അത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട് വിശുദ്ധ ജീവൻ നയിക്കുന്ന ഓരോ വ്യക്തിയിലും സംഭവിക്കുന്നു. ഹല്ലേലൂയ. ഇക്കാരണത്താൽ മറിയം പ്രസവിച്ച ശരീരത്തിന് നമ്മൾ സഹോദരനായി തീരുന്നു. ഏത് കാരണത്താൽ? യേശുക്രിസ്തുവിൻ്റെ പേരിൽ സ്നാനപ്പെടുന്ന കാരണത്താൽ മറിയം പ്രസവിച്ച ശരീരം, മുന്നമേ നമ്മൾ ചിന്തിച്ചല്ലോ, ആ ശരീരത്തിന് നമ്മൾ ആരായി തീർന്നു? സഹോദരനായി തീരുന്നു. അതുകൊണ്ടാണ് യേശു ഉയർത്തെഴുന്നേറ്റിട്ട് മറിയത്തോട്, മഗ്ദലക്കാരത്തി മറിയത്തോട് ഇങ്ങനെ പറഞ്ഞത്, നീ പോയി എൻ്റെ സഹോദരന്മാരോട് ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറയണം. ആരോടാണ്? സഹോദരന്മാരോട്. അപ്പം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുമ്പോൾ മാത്രമാണ്, യേശുവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഒരു ശരീരം ഉണ്ടായിരുന്നല്ലോ, പാപരഹിതമായ, നമ്മുടെ പാപം വഹിക്കുന്നതിന് മുമ്പുള്ളൊരു ശരീരം. സ്തോത്രം. ആ ശരീരത്തിന് നമ്മളും സഹസഹോദരനായിത്തീരുന്നു. ഹല്ലേലൂയ. ഒരു വാക്കും കൂടെ കടന്നു പറഞ്ഞാൽ, നമ്മുടെ പാപമെല്ലാം വഹിച്ചു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റപ്പോഴും നമ്മുടെ കർത്താവിനൊരു ശരീരമുണ്ട്. തോമസിനോട് പറയുന്നൊരു കാര്യമുണ്ട്, കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം നീ എൻ്റെ ശരീരത്തിൽ നിന്ന് തൊട്ടു നോക്ക്, എന്നിൽ അസ്ഥിയും മാംസവും ഉള്ളതുപോലെ ഭൂതത്തിന് അസ്ഥിയും മാംസവും ഇല്ലല്ലോ. ശിഷ്യന്മാരോട് ഉയർത്തെഴുന്നതിന് ശേഷം കർത്താവ് പറയുന്നൊരു കാര്യമാണ്, എൻ്റെ ശരീരത്തിൽ ഒന്നുണ്ട്, അസ്ഥിയും മാംസവും, രക്തമില്ല, അസ്ഥിയും മാംസവും ഉണ്ട്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇതേപോലെ രക്തരഹിതമായ, അത് നമ്മുടെ ശരീരത്തിലാണ്, നമ്മുടെ ഹൃദയത്തിൽ ജനിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്താലും പരിശുദ്ധാത്മാവിലുള്ള ജനനം സംബന്ധിച്ചുള്ള ആ ജനനത്തിന് അസ്ഥിയും മാംസവുമുണ്ട്. ദൈവവചനത്താൽ, ക്രൂശിൻ്റെ വചനത്താൽ അസ്ഥിയും മാംസവുമുള്ള ഒരു ശരീരം ജനിച്ചിരിക്കുന്നു. ഈ ശരീരവും ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ ശരീരവും തുല്യമാണ്, ഈക്വലാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ജനിച്ചിരിക്കുന്ന ആരാണ്? നസറനായ യേശു ക്രിസ്തു തന്നെ. ഇക്കാരണത്താൽ നമ്മുടെ ആത്മാവിന് നസറനായ യേശു സഹോദരനാണ്. അപ്പം യേശുവിന് ഒരു പിതാവുള്ളത് പോലെ നമുക്കും ഒരു പിതാവേ ഉള്ളൂ, ഒത്തിരി ദൈവമൊന്നുമില്ല. ആർക്കാണ് പിതാവായുള്ളത്? ദൈവം നമ്മുടെ ഹൃദയത്തിൽ വീണ്ടും ജനിച്ചവന്, ആ ശരീരത്തിന്. ആർക്കാണ്? നമ്മുടെ ഹൃദയത്തിൽ വീണ്ടും ജനിച്ചപ്പോൾ എന്തുണ്ടായി? ഒരു ശരീരമുണ്ടായി. ആ ശരീരത്തിന് എന്തുണ്ട്? രക്തമില്ല, അസ്ഥിയും മാംസവും. എൻ്റെ ആത്മാവിനും യേശു ക്രിസ്തുവിനും നാമത്തിൽ സ്നാനപ്പെട്ട് വിശുദ്ധ നയിക്കുന്ന വിശുദ്ധന്മാരുടെ ശരീരത്തിന് എന്തുണ്ട്? അസ്ഥിയും മാംസവും ഉണ്ട്. അത് അക്ഷരീയ കണ്ണിന് കാണാൻ പറ്റത്തില്ല. വിശുദ്ധന്മാർക്ക് വിശ്വാസത്താൽ മാത്രം ദർശിക്കാൻ പറ്റുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ യേശു ക്രിസ്തു മുഖാന്തരം നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ദൈവമായ പരിശുദ്ധ പിതാവ് നിങ്ങളിലേക്ക് ഈ അനുഗ്രഹം പകരട്ടെ. കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, ഈ അനുഭവം പ്രാപിച്ചിട്ടില്ലാത്ത ആരെങ്കിലും എൻ്റെ വാക്ക് കേൾക്കുന്നെങ്കിൽ നിങ്ങൾക്കും ഈ ദൈവിക അനുഗ്രഹം ലഭിക്കേണ്ടതിന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള അനുഗ്രഹം നിങ്ങളിലേക്കും വ്യാപരിക്കട്ടെ. കർത്താവാകുന്ന യേശു നിങ്ങളിലും ഈ അത്ഭുത പ്രവൃത്തി ഉളവാക്കട്ടെ. അങ്ങനെ നിങ്ങളും യേശു ക്രിസ്തുവിൻ്റെ സ്നേഹിതരും സഹോദരങ്ങളുമായി തീരുവാൻ സർവശക്തൻ നിങ്ങളെ സഹായിക്കട്ടെ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അപ്പം യേശു ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ശരീരത്തിനൊരു പിതാവുണ്ട്, ഒരേ ഒരു പിതാവ്. യേശു ശരീരത്തിലിരിക്കുമ്പോൾ ആ ശരീരത്തിന് ഒരേ ഒരു ദൈവവും പിതാവും ഉള്ളൂ. രണ്ട് ദൈവവും രണ്ട് പിതാവും ഇല്ല. ഒരേ ഒരു ദൈവവും ഒരേ ഒരു ദൈവം. ആ ദൈവം തന്നെയാണ് പിതാവ്. അപ്പോൾ തന്നെ എൻ്റെ സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഞാൻ മുൻ പറഞ്ഞതുപോലെ ഈ ദൈവവും പിതാവ് എവിടെ വസിക്കുന്നത്? അവനിൽ യേശുവിൽ വസിക്കുകയാണ്. അപ്പൊ യേശു എൻ്റെ പിതാവേ എന്ന് വിളിക്കുമ്പോൾ അവൻ ആരെ വിളിച്ചിരുന്നത്? അവൻ്റെ ഹൃദയത്തിലിരിക്കുന്ന അവൻ്റെ ദൈവത്തോടാണ്. ഹല്ലേലൂയ. അവൻ പ്രാർത്ഥിച്ചിരുന്നപ്പോൾ ആരോടാ പ്രാർത്ഥിച്ചിരുന്നത്? അവൻ്റെ ഹൃദയത്തിൽ വസിച്ചിരുന്ന പിതാവിനോട്. ഇതൊരു രഹസ്യമാണ്, ഇതൊരു മർമ്മമാണ്. ഈ മർമ്മമാണ് ഇപ്പോൾ ഈ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. അത് ഗ്രഹിക്കണമെങ്കിൽ എൻ്റെ പ്രിയരെ, നിങ്ങളുടെ ഹൃദയം ദൈവം തുറക്കണം.
ദൈവം വെളിപ്പെടുത്തി തരണം. വരം ലഭിക്കണം. നിങ്ങൾ കർത്താവായ യേശു പറഞ്ഞു, വരം ലഭിച്ചവർക്കല്ല ഇത് തെളിഞ്ഞു വരില്ല, ഇത് മനസ്സിലാക്കില്ല. കർത്താവ് ജ്ഞാനികൾക്കും വിവേകികൾക്കും ഇത് മറച്ചു വെച്ചിരിക്കുന്നു. വരം ലഭിച്ചവർക്ക്. വരം ലഭിക്കുക എന്ന വാക്കിന് അർത്ഥം എന്താ? ഏത് ഹൃദയത്തിലാണോ ദൈവം മനുഷ്യനായി ജനിക്കുവാൻ പദ്ധതിയിട്ടിരിക്കുന്നത്, ആ ഹൃദയത്തിനു മാത്രമേ അവൻ മുന്നറിഞ്ഞവരെ, തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകണം. അപ്പൊ ആദിജാതന്മാരുടെ ആ മുന്നറിയപ്പെട്ട ആ ശരീരാവയവത്തിനു മാത്രമേ ഈ രഹസ്യം വെളിപ്പെടുകയുള്ളൂ. സ്തോത്രം. ഈ ശരീരാവയവങ്ങൾക്കായി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിന് ജയം. ഹല്ലേലൂയ. ഈ ശരീരാവയവങ്ങൾക്കായി ഞാൻ എൻ്റെ അപ്പനെ വാഴ്ത്തുന്നു. എൻ്റെ പ്രിയരെ, ഈ ശരീരാവയവങ്ങൾ ഓരോ വ്യക്തിയിലും യേശുക്രിസ്തുവാണ് വീണ്ടും ജനിക്കുന്നത്. ഓരോ വ്യക്തിയിലും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്ന ഓരോ വ്യക്തിയും ആ കർത്താവാകുന്ന ദൈവം അവരെ ഉപദ്രവിച്ചതുകൊണ്ടോ അവരോട് കോപിച്ചിട്ടുണ്ടോ അവരെ ഭയപ്പെടുത്തിയൊന്നുമല്ല അവർ ജീവിക്കുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം അവരാരാഞ്ഞറിഞ്ഞ് ദൈവ സ്നേഹത്തിലാണ് അവർ ജീവിക്കുന്നത്. ഒരു ലോകത്തെ വെറുക്കുന്നെങ്കിൽ, പാപത്തെ വെറുക്കുന്നെങ്കിൽ, ലോകത്തിൽ നിന്ന് വേർപെടുന്നെങ്കിൽ, എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, എത്ര നിന്ന കേട്ടാലും അപമാനം കേട്ടാലും ആക്ഷേപം കേട്ടാലും സകല ചതുവും കളവായി പറയുമ്പോൾ എല്ലാത്തിനും സ്തോത്രം ചെയ്യുവാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? അവരുടെ സൃഷ്ടിതാവിനോടുള്ള അളവറ്റ സ്നേഹം. ആരാണ് സൃഷ്ടിതാവ്? യേശു ക്രിസ്തു എന്ന ആത്മാവിനോടുള്ള അവരുടെ അളവറ്റ സ്നേഹം. ആ സ്നേഹത്തിന്റെ ഉറവിടം എന്താണ്? ദൈവം സ്നേഹമാകുന്നു എന്നുള്ളതാണ്. ഈ ആഴമാകുന്ന സ്നേഹത്തിന്റെ ബന്ധമാണ് ഈ ലോകത്തിൽ നിന്ന് അവരെ വേർപാടുള്ളവരാക്കി തീർക്കുന്നത്, ഈ ലോകത്തിൽ നിന്ന് വേർപെടുവാൻ അവരെ സഹായിക്കുന്നത്. പ്രിയരെ, അങ്ങനെയെങ്കിൽ അവരെല്ലാം ക്ഷമിക്കുന്നു, എല്ലാം സഹിക്കുന്നു, എല്ലാറ്റിൽ നിന്നും യേശുക്രിസ്തുവിന്റെ നാമനിമിത്തം വേർപെടുന്നു. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിന്റെ നാമനിമിത്തം നിന്ന സഹിക്കുന്നു, അപമാനമേൽക്കുന്നു, ആക്ഷേപിക്കപ്പെടുന്നു. ഹല്ലേലൂയ. അവർ ഒറ്റപ്പെടുന്നു, ചതിക്കപ്പെടുന്നു. അലത്തിയ അർവജന റസാദി. അവർ എല്ലാ തലങ്ങളിലും ഞെരുക്കം അനുഭവിക്കുന്നുവെങ്കിൽ, അവർ ഇടുക്കുവാതിലൂടെ അകത്തു കടക്കാൻ ശ്രമിക്കുന്നെങ്കിൽ, അതിൻ്റെ പിറകിൽ ഭയമല്ല, അതിൻ്റെ പിറകിൽ സ്നേഹമാണ്. സ്നേഹം. ഈ സ്നേഹം അനുഭവിച്ച് ജീവിക്കാൻ വിളിക്കപ്പെട്ട ദൈവജനത്തെ ഓർത്ത് കർത്താവിനെ വാഴ്ത്തുന്നു. യേശുവിൻ്റെ സ്നേഹത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വസിക്കുക. ദൈവത്തിൻ്റെ സ്നേഹമാണ് നമ്മുടെ സഹോദരനായ പൗലോസിന് ഈർച്ചവാളയാൽ അറക്കവുമ്പോൾ അവൻ ദൈവസന്നിധിയിൽ സമർപ്പണമുള്ള അനുസരണമുള്ളവനായി തീർന്നത്. ഹല്ലേലൂയ. ദൈവ സ്നേഹമാകുന്നു. സ്തോത്രം. നമ്മുടെ സഹോദരനായ നസറേനായ യേശു ക്രിസ്തു, ഹല്ലേലൂയ, സ്തോത്രം, കാൽവറി ക്രൂശിൽ ആമേൻ മിണ്ടാതിരിക്കുന്ന കുഞ്ഞ്, രോമം കത്തിരിക്കുന്നവരുടെ ഇടയിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെയായി തീർന്നത്. ഇത് സ്നേഹമാണ് പ്രിയരെ. ആമേൻ. പത്രോസിനെ തലകീഴായിട്ട് ക്രൂശിക്കുവാൻ, എൻ്റെ ഗുരുവിനെ പോലെ എൻ്റെ ദൈവത്തിന് ഇഷ്ടം ചെയ്യുവാൻ എന്നെ ഇത് ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തത് ദൈവ സ്നേഹമാണ്. അല്ലാതെ ഇത് ഭയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു അല്ല. ഹല്ലേലൂയ. ദൈവം സ്നേഹത്താലാണ് നേടുന്നത്. ദൈവം സ്നേഹിക്കുന്നു ആരെ? ദൈവത്തെ. യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നു. യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്ന അർത്ഥം എന്താണ്? യേശുക്രിസ്തു ഏത് ഹൃദയത്തിൽ വീണ്ടും ജനിച്ചിരിക്കുന്നു, ആ ഹൃദയത്തിൽ ജനിച്ചിരിക്കുന്നു യേശുക്രിസ്തുവാണ്. അപ്പൊ യേശുക്രിസ്തു ആരെ സ്നേഹിക്കുന്നു? യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നു. ദൈവം ആരെ സ്നേഹിക്കുന്നു? ദൈവത്തെ സ്നേഹിക്കുന്നു. ദൈവത്തിനുള്ളതിനെ സ്നേഹിക്കുന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ഭൂമിയിലായിരുന്ന ശരീരം എന്ന നിലയിലിരിക്കുമ്പോൾ നസറേനായ യേശുവിന് ഒരേ ഒരു ദൈവവും പിതാവും ഉള്ളതുപോലെ നമുക്കും ഒരേ ഒരു ദൈവവും ഒരേ ഒരു പിതാവേ ഉള്ളൂ. നമ്മുടെ ഹൃദയത്തിൽ യേശുക്രിസ്തു വീണ്ടും ജനിച്ചിരിക്കുന്നു. നമ്മുടെ സ്ഥാനാധിപതിയായിരിക്കുന്നത് കൊണ്ട് അവൻ നമ്മുടെ സഹോദരനും കർത്താവുമാകുന്നു. അപ്പോൾ തന്നെ അവൻ തന്നെയാണ് നമ്മുടെ പിതാവായ ദൈവവും.
പ്രിയരെ, ഒരു വാക്കുകൂടെ പറയട്ടെ. ദൈവം പിതാവായിരിക്കുന്നത് ന്യായപ്രമാണ വിശുദ്ധന്മാർക്കല്ല, മത്തായി മുതൽ വെളിപ്പാട് വരെയുള്ള പുതിയ നിയമ വിശ്വാസികൾക്ക്, ദൈവസഭയ്ക്കാണ്. ദൈവസഭ ഒഴികെ ആർക്കും ദൈവം പിതാവല്ല. ഞാൻ നിങ്ങളോട് യേശുക്രിസ്തുവിൽ സംസാരിക്കുന്നു. ദൈവം പിതാവായിരിക്കുന്നത് ഹൃദയത്തിൽ, ആരുടെ ഹൃദയത്തിലാണോ യേശുക്രിസ്തു വീണ്ടും ജനിച്ചിരിക്കുന്നത് ആ ഹൃദയത്തിന് മാത്രമാണ് ദൈവം പിതാവായി തീർന്നത്. ദൈവം പിതാവായി തീരുന്നത് എപ്പോഴാണ്? യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാപകൻ സ്നാനപ്പെട്ട് കഴിയുമ്പോൾ ആ ശരീരത്തിലേക്ക് ദൈവം ആത്മാവിനെ അയക്കുന്നു. ആരാണ് ആത്മാവ്? പരിശുദ്ധാത്മാവ് ആരാകുന്നു? പിതാവായ ദൈവമാണ്. ആ പിതാവായ ദൈവം നമ്മുടെ ഹൃദയത്തിൽ വന്ന് നമ്മുടെ ജനതാവായി തീരുമ്പോഴാണ് ദൈവം നമ്മുടെ പിതാവായി തീരുന്നത്. മറിയത്തിന്റെ ഗർഭപാത്രത്തിൽ യേശുക്രിസ്തുവിനെ നസറന യേശു എന്ന് പറയാൻ പറ്റില്ല. യേശുവിനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ, യേശുവിനെ സൃഷ്ടിച്ചെന്ന് പറയാൻ പറ്റത്തില്ല, ശരീരത്തെ സൃഷ്ടിച്ച്, ശരീരത്തെ മറിയം പ്രസവിച്ച കുഞ്ഞിനൊരു യേശു എന്ന പേരിട്ട്. ആ നിമിഷം മുതൽ അവന്റെ പേര് യേശു എന്ന. ആ യേശു എന്ന ശരീരത്തിന് ദൈവം പിതാവായതുപോലെ നമ്മുടെ ഹൃദയത്തിൽ അതേ യേശുക്രിസ്തു വീണ്ടും ജനിച്ചപ്പോഴാണ് നമ്മുടെ ദൈവം നമുക്ക് പിതാവായി തീർന്നത്. എന്നുവരെ എൻ്റെ ഹൃദയത്തിൽ യേശുക്രിസ്തു വീണ്ടും ജനിക്കുന്നില്ലയോ അതുവരെ എൻ്റെ ദൈവം എനിക്ക് ആരല്ല? എൻ്റെ പിതാവല്ല. പക്ഷെ ആരാണ്? സൃഷ്ടിതാവാണ്, അഡോണിയാണ്, യഹോവയാണ്, യാവാണ്. ഒക്കെ ആ ശരിയാണ്. അങ്ങനെയൊക്കെ ഇന്ന് വിളിക്കാം. സ്തോത്രം. യാവേ എന്ന് വിളിക്കാം, അഡോണി എന്ന് വിളിക്കാം, പിന്നെ യഹോവേ എന്ന് വിളിക്കാം, കർത്താവേ എന്ന് വിളിക്കാം. പക്ഷെ ദൈവം പിതാവാകുന്നില്ല. ദൈവം പിതാവാകണമെങ്കിൽ യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വീണ്ടും ജനിക്കണം. അതായത് നമ്മുടെ ആത്മാവ് വീണ്ടും. അപ്പം വീണ്ടും ജന്മം പ്രാപിച്ചവർക്ക് മാത്രമേ ദൈവം പിതാവാകുന്നുള്ളൂ. എൻ്റെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് യേശുക്രിസ്തുവിൽ നിന്ന് ഒരു ശബ്ദം, ഒരാലോചന അറിയിക്കട്ടെ. വീണ്ടും ജന്മം പ്രാപിക്കാത്ത ആർക്കെങ്കിലും സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റുമോ? പറ്റത്തില്ലെങ്കിൽ, യേശുക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ ജനിച്ചിട്ടില്ല എങ്കിൽ, അതായത് നിങ്ങൾ യേശുക്രിസ്തുവിന്റെ പേരിൽ സ്നാനപ്പെട്ടിട്ടില്ല, സ്നാപകൻ നിങ്ങളെ പാപങ്ങളുടെ മോചനം യേശുക്രിസ്തുവിനെ നാം സ്നാനപ്പെടുത്തിയിട്ടില്ല എങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ വീണ്ടും ജന്മം നടന്നിട്ടില്ല, നിങ്ങൾ ആരും സ്വർഗത്തിൽ പോകത്തുമില്ല. പ്രിയരെ, സാത്താൻ നിങ്ങളെ ചതിക്കരുതേ, ദുഷ്ടൻ നിങ്ങളെ അപഹരിക്കരുതേ. നിങ്ങൾ ഈ ഭൂമിയിൽ പ്രത്യാശയോട് ജീവിക്കുവാൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചു. പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ജനനം നടന്നിട്ടില്ല എങ്കിൽ, യേശുക്രിസ്തു എന്ന ആത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ വീണ്ടും ജനിച്ചിട്ടില്ല എങ്കിൽ, നിങ്ങളുടെ പ്രയത്നങ്ങളും പ്രവൃത്തിയും വ്യർത്ഥമായി തീരും. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിന് ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ പേരിൽ സ്നാനമേൽപ്പീൻ. ഞാനെൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. പരിശുദ്ധ പിതാവ് ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവവചനം ഇത് നിങ്ങൾ കേൾക്കണം പ്രിയരെ. യേശുക്രിസ്തു എന്നിലൂടെയാണ് നിങ്ങളോട് സംസാരിച്ചതാണ്, ദൈവമാണ് സംസാരിച്ചത്. അതുകൊണ്ട് ഈ ക്ലിപ്പ് നിങ്ങൾ ഷെയർ ചെയ്യണമേ എന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവമായ യേശുക്രിസ്തു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ.